രൂപീകരണത്തിൽ ഹൈക്കമാൻഡിന്റെ അനുനയ നീക്കങ്ങളിൽ അയയാതെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ഇല്ലാതെ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന ഉറച്ച നിലപാടിലാണ് രമേശ് ചെന്നിത്തല. ധനവകുപ്പ് വേണ്ടെന്ന നേതൃത്വത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് നൽകാനാകുമെന്ന് ഉറപ്പ് നൽകാൻ വി.ഡി. സതീശന്റെ വിഭാഗം ഇതുവരെ തയ്യാറായിട്ടില്ല. അനുനയ നീക്കത്തിനായി കെ.സി. വേണുഗോപാലും ശ്രമിക്കുന്നുമുണ്ട്. അതിനിടെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച ആർ.എസ്.പി. രംഗത്തെത്തി. മന്ത്രിസഭയിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. ഈ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമല്ലേ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ വന്ന് കേരളത്തിലെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു നേതാവായപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വന്നത് ഒരു പുള്ളിക്ക് അവകാശപ്പെട്ടതെന്ന് പുള്ളിക്ക് തോന്നലുണ്ടായാൽ തെറ്റൊന്നുമില്ല. അന്നേരം അതിൻ്റെ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് അതിൽ വിഷമം ഉണ്ടാകും, നിരാശയുണ്ടാകും, പ്രതീക്ഷിക്കാത്ത തീരുമാനം വരുമ്പോൾ ഉണ്ടാകും. പിന്നെ അദ്ദേഹം എന്നും ഒരു തികഞ്ഞ കോൺഗ്രസ്സുകാരനാണ്, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നുള്ളതിൽ ആ വിഷമമൊക്കെ മാറ്റി വെച്ച് ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഞങ്ങളെ നയിക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ചെന്നിത്തലയ്ക്ക് പല കാര്യത്തിലും പരിഭവം ഉണ്ടാവുമല്ലോ എന്ന ചോദ്യവുമായി ജോസഫ് വാഴക്കൻ. പരിഭവം മുഖ്യമന്ത്രി സ്ഥാനത്തിന് മാത്രം ആയിരിക്കില്ലെന്നും രമേശ് ചെന്നിത്തല പക്വതയുള്ള നേതാവെന്നും ജോസഫ് വാഴക്കനും പറഞ്ഞു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെതായ പരാതികളുണ്ടാകാം. അതൊരു കാര്യത്തിൽ മാത്രമായിരിക്കില്ല, പല കാര്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് മാത്രമായിരിക്കണമെന്നില്ല, പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളുണ്ടാകാം. പക്ഷെ അതൊക്കെ എല്ലാം നല്ല പക്വത വന്ന നേതാവാണ്, ഏറ്റവും വളരെ പരിണിതപ്രജ്ഞനായ ഏറ്റവും മുതിർന്ന. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാതെ എങ്ങനെ ഓരോ വിഷയത്തിൽ ഏത് സമയത്ത് എന്ത് തീരുമാനമെടുക്കണമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. രമ്യമായ ഒരു പരിഹാരമായിരിക്കും ഉണ്ടാകുന്നതെന്ന് എൻ്റെ വിശ്വാസം. ചെന്നിത്തലയ്ക്ക് ഐക്യദാർഢ്യവുമായി വസതിയിലേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തുകയാണ്. അനിരു അശോക്, ഹാൻസ് ജോണും എന്നിവരാണ് ചേരുന്നത്. വിവരങ്ങളുമായി ആദ്യം അനിരുവിലേക്കാണ് പോകുന്നത്. അനിരു, ഇതാണ് ഈ നിമിഷത്തിലെ ഈ മണിക്കൂറിലെ നിർണായകമായ ചോദ്യം. അദ്ദേഹം രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഏതു വകുപ്പിൽ? അത് ആഭ്യന്തരം തന്നെയാണ്. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? മറ്റ് വകുപ്പുകൾ നൽകി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കുമോ? മറ്റ് പല ഉപാധികൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഒരു തീരുമാനമാകുമോ എന്നുള്ളതാണ്. ഷാമിലി, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നേക്കാൾ ജൂനിയറായ വി.ഡി. സതീശൻ്റെ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല കഴിഞ്ഞ 24 മണിക്കൂറിലാണ് ആ നിലപാടിൽ നിന്ന് അല്പം മയപ്പെട്ടത്. അതിന് കാരണം ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ തന്നെയാണ്. ഹൈക്കമാൻഡ് പറഞ്ഞതിനനുസരിച്ച് കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി അടക്കം കഴിഞ്ഞ ദിവസം വസതിയിലെത്തി അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ഈ ഒരു ഇതിലായിരുന്നു അദ്ദേഹം ദീപദാസ് മുൻഷിക്കും ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചത് 4 നിബന്ധനകളായിരുന്നു. 1, തനിക്ക് ആഭ്യന്തരം നൽകണം. 2, താൻ പറയുന്ന 2 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. കൂടാതെ ജോസഫ് വാഴക്കനെ KPCC അധ്യക്ഷ സ്ഥാനം നൽകണം. നിയമസഭയിലടക്കം മത്സരിക്കാൻ കഴിയാതെ പോയ തനിക്കൊപ്പം നിന്ന തന്നെ പിന്തുണച്ച പ്രവർത്തകരിൽ ചിലർക്ക് പ്രത്യേക ബോർഡ് കോർപ്പറേഷനുകളിൽ സ്ഥാനം നൽകണം എന്നുള്ള കാര്യം തുടരുക. ഇപ്പോൾ പി.ജെ. ജോസഫ് മാധ്യമങ്ങളെ കാണാം. തീർച്ചയായിട്ടും അങ്ങനെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. മുഴുവൻ സമയം തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരു ചർച്ചയും നടന്നിട്ടില്ല. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് തീരുമാനം ഉണ്ടായി നാളെ ഗവർണറെ കൊടുക്കണ്ടേ? ഇല്ല, അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇല്ല, അതിപ്പോൾ ചർച്ച നടക്കുന്നതല്ലേ. ഘടകകക്ഷികളുടെ ചർച്ചയ്ക്ക് കന്റോൺമെന്റ് ഹൗസിലെത്തിയതാണ് പി.ജെ. ജോസഫും മാണി സി കാപ്പനും. പി.ജെ. ജോസഫ് വിഭാഗം 2 മന്ത്രിമാർ എന്നുള്ള ഉറച്ച നിലപാടിലാണ്. അത് തന്നെ ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. അതിലടക്കം ചർച്ചകൾ ഇന്നുണ്ടാകും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. മറ്റൊന്ന് മാണി സി കാപ്പനാണ്. അദ്ദേഹത്തിനൊരു ടേം വ്യവസ്ഥയിലായിരിക്കുമോ എന്നുള്ളത് അങ്ങനെയല്ല എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനിരു അവിടെ നിന്നും തുടരുന്നുണ്ടല്ലോ. അനിരു, എന്താണ് ഈ 2 ഘടകകക്ഷികളും ഇപ്പോൾ? അനിരു അല്ലേ, അവിടെ ബിനിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, അതിലേക്ക് വരാം. ഇപ്പോൾ അനിരു അശോക് തുടരുന്നുണ്ട്. അനിരു, ഇതിപ്പോൾ പരിഗണിക്കുമ്പോൾ 2 പേർക്കും, അതായത് രമേശ് ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തിന് ആഭ്യന്തരം ആവശ്യപ്പെടാനും, അങ്ങനെയല്ല നിയുക്ത മുഖ്യമന്ത്രിയായിരിക്കുന്ന വി.ഡി. സതീശൻ വിഭാഗത്തിന് അവർക്കത് വിട്ടു നൽകില്ല എന്ന് പറയാനുമുള്ള മെറിറ്റുകൾ 2 പേർക്കുമുണ്ട് ഒരുപോലെ തന്നെ. കാരണം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം 10 വർഷം മുൻപ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അത്രയേറെ സീനിയറായ, അതായത് തന്നേക്കാൾ വളരെ ജൂനിയറായ വി.ഡി. സതീശനേക്കാൾ എത്രയോ സീനിയറായ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ കീഴിൽ മന്ത്രിസഭയിലിരിക്കുമ്പോൾ തീർച്ചയായും ഇതുപോലെ നിർണായകമായ ഒരു വകുപ്പ് ആവശ്യപ്പെടാനുള്ള എല്ലാവിധ മെറിറ്റും അദ്ദേഹത്തിനുണ്ട്.
ആ ഘട്ടത്തിൽ കൂടെ അങ്ങനെ കൂടെ വേണമല്ലോ നമ്മൾ ഇതിനെ കാണുവാൻ വേണ്ടി, ചേർത്ത് വായിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിൽ നമ്മൾക്ക് അങ്ങനെ ആ തരത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് അനുനയിപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകളുടെ ഭാവി എത്രത്തോളമുണ്ട്? ശ്യാമിലി, ഇന്നലെ വരെ അത് ഉറപ്പായിരുന്നു, ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം നൽകും എന്നുള്ളതായിരുന്നു ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ച ഉറപ്പ്. പക്ഷേ അദ്ദേഹം അപ്പോഴും വഴങ്ങാതെ നിന്നത് തനിക്കൊപ്പം നിന്നവരെ കൈവിടാൻ കഴിയില്ല, താൻ വെറും ആഭ്യന്തരമന്ത്രിയായി പോയിരിക്കുന്നത് കൊണ്ട് തനിക്കൊപ്പം നിന്നവരെ അങ്ങനെ കൈവിട്ട് കളയാൻ കഴിയില്ല, തനിക്കൊപ്പമുള്ളവരെ സംരക്ഷിക്കണം എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു ചെന്നിത്തല ഇന്നലെ വരെ ഉടക്കിട്ട് നിന്നത്. പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല. ഇന്നിപ്പോൾ പറയുന്നത്, സതീശൻ പറയുന്നത് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് നൽകാൻ കഴിയില്ല, അദ്ദേഹം പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പോ റവന്യൂ വകുപ്പോ എടുക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ മന്ത്രിസഭയിലേക്ക് രണ്ടാമനല്ലാതെ വെറും മന്ത്രിയായി ഇരിക്കാൻ കഴിയില്ല എന്നുള്ള സ്വരം ഘടിപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ KC വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ ടെലിഫോൺ വഴി ഇപ്പോൾ രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത്. കാരണം താൻ 28ാം വയസ്സിൽ ഒരു മന്ത്രിയായതാണ്, കൂടാതെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് ആയതാണ്. എന്നിട്ട് അതുകൊണ്ട് തന്നെ തനിക്ക് ഇതൊന്നും ഒരു വലിയ മോഹമായിട്ട് തോന്നുന്നില്ല. പക്ഷേ മാനിച്ചിട്ടാണ് താൻ വീണ്ടും മന്ത്രിസഭയിലേക്ക് വരാമെന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും തന്നെ ചവിട്ടി തേക്കാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത്. ഇത് നേതൃത്വം അനുവദിക്കരുത്, തനിക്കൊപ്പം നേതൃത്വം പരിഗണിക്കണം, തന്നെ നേതൃത്വം പരിഗണിക്കണം, തൻ്റെ ആവശ്യങ്ങൾ നേതൃത്വം പരിഗണിക്കണമെന്നുള്ള വൈകാരികമായി കടുത്ത ഭാഷയിൽ തന്നെയാണ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. കാരണം 2021 താൻ പ്രതിപക്ഷ നേതാവായിരിക്കെ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ തനിക്കുള്ളപ്പോൾ പോലും തന്നോടൊരു വാക്ക് ആലോചിക്കാതെയാണ് നേതൃത്വം തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അന്ന് പോലും താൻ ഒരു വാക്ക് പോലും നേതൃത്വത്തിനെതിരെ പറഞ്ഞിട്ടില്ല, ഒരു അണികളെ പോലും താൻ തെരുവിലിറക്കിയിട്ടില്ല. ഇന്ന് ഈ സീനിയോറിറ്റി മാനിച്ച് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടപ്പോഴും KC-യും VD-യും ഒക്കെ പ്രവർത്തകരെ അവരുടെ ഫ്ലെക്സുമായിട്ട് തെരുവിലേക്ക് ഇറക്കിയപ്പോൾ പോലും ഒരൊറ്റ പ്രവർത്തകനെ പോലും താൻ ഫ്ലെക്സുമായിട്ട് തെരുവിലേക്ക് ഇറക്കിയിട്ടില്ല. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായിട്ട് പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ തന്നെ വീണ്ടും താഴ്ത്തിക്കെട്ടാനാണ് ശ്രമിക്കുന്നത്. ഇത് താൻ അംഗീകരിക്കില്ല, വേണമെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല, താൻ പുറത്തു നിന്നോളാം എന്നുള്ളതാണ് ചെന്നിത്തല ഇപ്പോഴും പറയുന്നത്. എന്നാൽ ഈ ഒരു നിലപാടിനെ ഘടകകക്ഷികളടക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുഖ്യമന്ത്രി പദത്തിലേക്ക് VD സതീശന് അറിയാം MLA-മാരുടെ പിന്തുണയില്ല, MP-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഹൈക്കമാൻഡ് കേട്ടത് ഘടകകക്ഷികളുടെ, ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ വലിയൊരു പിന്തുണ സതീശനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര വിഷയത്തിൽ ഇപ്പോൾ ഘടകകക്ഷികൾ, നമ്മളെപ്പോൾ RSPയുടെ പ്രതികരണം കേട്ടതാണ്, ലീഗ് അടക്കമുള്ളവർ ഇപ്പോഴും ചെന്നിത്തലയ്ക്ക് എന്തുകൊണ്ടും ആഭ്യന്തരം കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. കാരണം സതീശനേക്കാളും വളരെ സീനിയറായിട്ടുള്ള വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പദത്തിലടക്കം ഇരിക്കാൻ യോഗ്യതയുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ആഭ്യന്തരം ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ഘടകകക്ഷികളുടെ നിലപാട്. കാരണം വെറും ആഭ്യന്തരത്തെ ചൊല്ലി ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ നിറം മങ്ങുന്ന തരത്തിലുള്ള ഒരു നിലപാട് സതീശനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഘടകകക്ഷികളിൽ നിന്ന് ഇപ്പോൾ വരുന്ന അഭിപ്രായം. അതുകൊണ്ട് ഉമ്മൻചാണ്ടി RSPയുടെ പിന്തുണ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിനാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാൻസ് ജോൺ അതിന്റെ വിവരങ്ങൾ നൽകാനുണ്ട്. ഹാൻസ്, ഷിബു ബേബി ജോൺ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹം മന്ത്രിസഭയിൽ എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തെ അനുനയിപ്പിക്കണം, അദ്ദേഹത്തിന് അതിനുള്ള അർഹതയുണ്ട്. അദ്ദേഹം എന്താവശ്യപ്പെടുന്നു അത് നൽകുകയോ അല്ലെങ്കിൽ അതിനൊത്ത സ്ഥാനം നൽകി അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഘടകകക്ഷികളൊക്കെ തന്നെ VD സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന നിലയ്ക്ക് നിലകൊണ്ടവരാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ശ്യാമിലി, ആദ്യഘട്ടത്തിൽ VD സതീശനെ ഘടകകക്ഷികൾ പിന്താങ്ങി. ഇപ്പോൾ ആ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുകയാണ്. മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല വേണം എന്നുള്ള നിലപാടിലാണ് RSP ഉള്ളത്. രമേശ് ചെന്നിത്തല തനിക്ക് ആഭ്യന്തര സ്ഥാനം ലഭിക്കണം എന്നുള്ള സമ്മർദ്ദം തുടരുന്ന പശ്ചാത്തലത്തിലാണ് RSPയുടെ ഈ പിന്തുണ. തങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞത്. തോളോട് തോൾ നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൂടി RSP പങ്കുവെക്കുന്നുണ്ട്. RSPയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഇതിനോടകം തന്നെ 4 സീറ്റുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPക്ക് ലഭിച്ചു. UDF-ലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വത്തിൽ ഇത് സമ്മർദ്ദം ചെലുത്തും. കാരണം ഒരു ഘടകകക്ഷി തന്നെ നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് VD സതീശന് പ്രത്യക്ഷമായിട്ടുള്ള പിന്തുണ നൽകിയ RSP തന്നെ
രമേശ് ചെന്നിത്തലയ്ക്കും പിന്തുണയുമായി രംഗത്തെത്തുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ അത് സമ്മർദ്ദം ചെലുത്തും. ആ ഒരു സമ്മർദ്ദം രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി മാറുകയും ഒപ്പം തന്നെ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ് അല്ലെങ്കിൽ ചെന്നിത്തല ആവശ്യപ്പെടുന്നത് പോലെ മറ്റ് 2 മന്ത്രിസ്ഥാനങ്ങൾ കൂടി ചെന്നിത്തല പക്ഷക്കാർക്ക് കൊടുക്കുമോ, മറ്റ് കോർപ്പറേഷനുകളിലും ബോർഡുകളിലും ചെന്നിത്തല ആവശ്യപ്പെടുന്നത് പോലെയുള്ള സ്ഥാനങ്ങൾ നൽകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ അതേസമയം RSPയുടെ സമ്മർദ്ദം ചെറുതല്ല. അവർ പ്രധാനപ്പെട്ട മുന്നണി തന്നെയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസ് നേതൃത്വം രമേശ് ചെന്നിത്തലയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് നിർണായകം. അതിനോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഇന്ന് നാളെയുമായി ഈ UDF മുന്നണിയിലെ ഘടകകക്ഷികളുടെ യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിലടക്കം വകുപ്പുകൾ നിശ്ചയിക്കുമ്പോൾ RSP അടക്കമുള്ള ഘടകകക്ഷികൾ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിക്കുമോ എന്നതുകൂടി കാണേണ്ടതുണ്ട്. ശ്യാമിലി. ശരി ഹാൻസ്.